ഞാൻ മീന. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ തുടങ്ങി ഒരുപാട് കാലം ആയി ഇപ്പോൾ. പക്ഷെ ഞാനൊരു ലോങ് ബ്രേക്ക് എടുത്തു. ഞാൻ കുറേ കാലമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ആൻഡ് ഇതാണ് ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. പ്ലസ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടാണിത്. ആദ്യത്തെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച കുറച്ച് സ്റ്റേഷനറീസ് സപ്ലൈസ് വാങ്ങിച്ചു. ജേർണൽ സപ്ലൈസാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എനിക്കതൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടിയപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. അങ്ങനെ ആ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊരു വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന്. മേ ബി കാണുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എൻ്റെ ഈ ചാനലിൽ ആകെ 90-something സബ്സ്ക്രൈബേഴ്സേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഗിഫ്റ്റിംഗ് ടൈപ്പ് കാർഡ് മേക്കിംഗ് അതുപോലത്തെയൊക്കെ വീഡിയോസാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അൺബോക്സിങ് അത് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിച്ച സംഭവങ്ങൾ എന്തെന്നാന്ന് വെച്ചാൽ, എന്തായാലും ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. ആദ്യമായിട്ട് ചെയ്യുന്നൊരു വോയിസ് ഓവർ വീഡിയോ പ്ലസ് ആദ്യമായിട്ട് ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ഇതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. വേറെ ഉള്ളവർ ചെയ്യുന്ന വീഡിയോസെല്ലാം റെഫർ ചെയ്ത് ഇൻസ്പയർ ചെയ്ത് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ബോക്സസിൽ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ, ആദ്യം ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പെന്ന് വാങ്ങിച്ചു. അതൊരു കുറച്ച് കുഴപ്പമില്ല, റേറ്റും കൂടെ നോക്കി അഡ്ജസ്റ്റബിളായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ ക്യൂട്ടായ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തായാലും വില നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഒക്കെ അഫോർഡബിളാണ് എന്ന് തോന്നി ഒരു റേറ്റിൽ കിട്ടിയ പെന്നാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ ഫസ്റ്റിൽ ഒരു ബൾബ് പോലത്തെ ഒരു സംഭവം കാണിച്ചല്ലോ. അത് നമ്മളെ ചെടിയെല്ലാം നനച്ചു കൊടുക്കുന്ന ഒരു വാട്ടറിങ് എന്തോ ആണ്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത് നമ്മൾ വെള്ളം നനയ്ക്കാൻ മറക്കുന്ന ദിവസങ്ങളിലൊക്കെ ജസ്റ്റ് ഇതിൽ വെള്ളം ഫില്ല് ചെയ്ത് നമ്മൾ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വെള്ളം താനേ ഇങ്ങനെ വേണ്ട ചെടിക്ക് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ആയിക്കോളും. നല്ലൊരു സംഭവമാണത്. പിന്നെ ഞാൻ ജേർണലിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടൊരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഡയറി നോട്ട്ബുക്കാണ്, അല്ലാണ്ട് ജേർണൽ ബുക്കൊന്നും അല്ല. അതൊരു പ്ലെയിൻ പേജസ് ആയിട്ടുള്ള ഡയറി നോട്ട്ബുക്ക്. പിന്നെ നമ്മളെ ജേർണലിന് ഞാൻ ഒരുപാട് വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഇവർ സ്റ്റിക്കേഴ്സ് എല്ലാം പ്ലക്ക് ചെയ്യുന്നതും സ്റ്റിക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവം യൂസ് ചെയ്യുന്നു. അപ്പം അത് ഞാനും കണ്ടപ്പോൾ അത് ജസ്റ്റ് ഞാൻ വാങ്ങിച്ചു. എല്ലാം ഞാൻ പറയാമല്ലോ ചെറിയ എമൗണ്ടിൽ എനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് വാങ്ങിച്ചതാണ്. ലാസ്റ്റ് എല്ലാം കൂടെ വാങ്ങിച്ച് കുറച്ച് വില കൂടിയെങ്കിലും സ്റ്റിൽ ഐ എം ഹാപ്പി. ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിത് എങ്ങനെ വെക്കണ്ടേ ഒന്നും ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് ആ ഫോട്ടോയിലുള്ള അതേപോലെ തന്നെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു ആപ്പിലൂടെ പർച്ചേസ് ചെയ്തത്. അപ്പം ഞാൻ കരുതി ഇതിനിപ്പോൾ പറ്റിക്കുമോ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ലേ സാധനങ്ങൾ, ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലേ, ഇത്ര ഭംഗി ഉണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എക്സാക്റ്റ് ഞാൻ ഫോട്ടോയിൽ എന്താണോ കണ്ടത് അതുപോലെ തന്നെയായിരുന്നു ആ പ്രോഡക്റ്റ്സ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോഴും. ഞാൻ കുറേ സംഭവങ്ങളുടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം എനിക്കത് അറിയില്ല. നമ്മൾ ജേർണൽ സപ്ലൈസിന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറേ സാധനങ്ങൾ വരും. ഈ സംഭവങ്ങളൊക്കെ കുറേ എണ്ണം നമ്മളിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസിലെല്ലാം കണ്ട് ഹായ് എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ ഓക്കെ അതിലിങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചാൽ. എനിക്ക് ഇതിൻ്റെ പേരുകളൊന്നും കറക്റ്റ് അറിയില്ല എപ്പോഴും സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ് പറയാത്തത്. ഇതെല്ലാം ഫ്രെയിംസാണ്, ഫ്രെയിം പോലെ ആയിട്ട് നിൽക്കും. പിന്നെ അതൊരു 3D എഫക്റ്റിൽ കിട്ടുന്നത്. ക്രിക്കറ്റ് മെഷീൻസ് എല്ലാം ഉള്ളവർക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ക്രിക്കറ്റ് മെഷീൻസിൽ ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സിനായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു വീഡിയോ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നും എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പാൻസൊക്കെ ലൂസാണെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്ലിപ്പാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും, കാണുമ്പോൾ അത് ക്ലിപ്പാണെന്നൊന്നും മനസ്സിലാവുകയില്ല. പക്ഷേ നല്ല നമുക്ക് പാൻറ്റൊക്കെ ടൈറ്റാക്കി വെക്കാം എന്നാണ് പറയുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെയും ഞാൻ വാങ്ങിച്ചത് ഓരോ പാക്കറ്റ് ഓഫ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൽ 50 പീസസ് അങ്ങനെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് മിക്സഡാണ്. അപ്പോൾ അത് നമുക്ക് ഏത് കളേഴ്സിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ചൈനയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഇത് അവരുടെ ഓരോരുത്തരും വീട്ടിലുണ്ടാക്കുന്ന സംഭവങ്ങളാണെന്ന് തോന്നുന്നു. നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ, ചിലർ സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ടീമിൽ നിന്നാണ് ഈ ആപ്പ് ത്രൂ നമുക്ക് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഓരോന്നിലും അവരുടെ അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗിളായിട്ട് ഓരോ പ്രോഡക്റ്റും ഏതൊക്കെ ആൾക്കാരാണ് ഉണ്ടാക്കിയെന്നുള്ള അഡ്രസ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഐ തിങ്ക് സോ ചില സമയത്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയ്യോ വേണ്ടില്ലായിരുന്നു, ഈ സാധനം ഇപ്പോൾ എന്തിനാണ് വാങ്ങിച്ചത്, വെറുതെ കാശ് കളഞ്ഞു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു പർച്ചേസിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എല്ലാ സാധനങ്ങളും ആ ഫോട്ടോയിൽ എന്താണ് കാണിച്ചത് അതേപോലെ ആയിരുന്നു. ആൻഡ് മോർ ദാൻ എക്സ്പെക്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ നല്ല ഇഷ്ടമായി. പിന്നെ ഓരോ സ്റ്റിക്കേഴ്സെല്ലാം എടുത്ത് കാണിക്കാനൊന്നും പറ്റില്ല. കാരണം 50 സ്റ്റിക്കേഴ്സ് ആൻഡ് 50 ഷീറ്റ്സ് 100 പേജസ് അങ്ങനെ എല്ലാം നമുക്ക് എടുത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് ജേർണൽ വ്ളോഗ്സൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാണാം. എന്തായാലും എനിക്ക് കുറച്ച് വാഷി ടേപ്സും കൂടെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. വാഷി ടേപ്സ് തന്നെ നല്ല ഓരോ തീം ബേസ്ഡ് വാഷി ടേപ്സൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ആപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. കയ്യിലെത്തുമ്പോൾ ഇത് വിചാരിച്ച പോലെ ആയിരിക്കുമോ, ഇനിയിപ്പോൾ ഇതിൻ്റെ റിട്ടേൺ പോളിസീസ് എന്തെല്ലാമാണ് ഒന്നും അറിയാത്തതുകൊണ്ട് വാഷി ടേപ്സിൽ ഞാനൊരു പരീക്ഷണം നടത്തിയില്ല. പർച്ചേസ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് എത്തിയപ്പോൾ ഞാൻ ചെക്കൗട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വാഷി ടേപ്സും കൂടി വാങ്ങിക്കായിരുന്നു. ഏതായാലും പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ കൂടെ അതും കൂടി ആവായിരുന്നു എന്ന് തോന്നി. കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ പ്രോഡക്ട്സും. പിന്നെ അവരുടെ പാക്കിങ്ങൊക്കെ പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഇത് ഒരു കമ്പനി ബേസ്ഡ് അല്ല, ഓരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി സംഭവങ്ങൾ നമ്മൾ ഓർഡറിനനുസരിച്ച് പാക്ക് ചെയ്ത് ഒരു ആപ്പ് ത്രൂ നമ്മുടെ കയ്യിലെത്തുകയാണ് എന്ന് അങ്ങനെ ഒരു ഫീൽ എനിക്ക് വന്നത്. കാരണം ഓരോ പ്രോഡക്ട്സും ഹാൻഡ് മെയ്ഡ് പോലെ ഉണ്ടായിരുന്നു. ഈ ഫ്രെയിംസ് എല്ലാം ഓർഡർ ചെയ്ത ഫോട്ടോസിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പിക്ചേഴ്സ് ആയിരിക്കും. പക്ഷെ പിന്നെ കയ്യിൽ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ജനലൊക്കെ നമുക്ക് തുറക്കുക, അടക്കാം, അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ജേർണലിലൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഉള്ളിൽ വല്ല സ്റ്റിക്കർ ഒട്ടിച്ച് ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ടെൻഷൻ ഇതെല്ലാം വെച്ച് ഇനി ഞാൻ ജേർണൽ ചെയ്തിട്ട് ഞാൻ കൊളാക്കുമെന്നുള്ളതാണ്. എനിക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എൻ്റെ മൈൻഡിൽ എനിക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടിയാൽ അത് യൂസ് ചെയ്യാൻ തോന്നില്ല, അതങ്ങനെ എടുത്ത് വെക്കാൻ തോന്നും. അത് എടുത്ത് വെച്ച് അവസാനം ഒരു ആവശ്യമില്ലാണ്ട് ആയിപ്പോവും. പക്ഷെ അത് ഉപയോഗിക്കാൻ തോന്നില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രശ്നം ഇതാ, നല്ല സാധനങ്ങൾ ഇതിനിപ്പോൾ ഞാൻ ഉപയോഗിച്ച് നാശമാക്കുമോ, ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു ഔട്ട്കം എനിക്ക് കിട്ടൂലേ ഞാൻ ജേർണൽ ചെയ്ത് കഴിഞ്ഞാലെന്നൊക്കെ. അപ്പോൾ ഇനി ഒരുപാട് ജേർണൽ വീഡിയോസൊക്കെ റെഫർ ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മനുഷ്യൻ്റെ കൂടെപ്പിറപ്പാണല്ലോ മടി, അതുകൊണ്ട് നടക്കുമെന്നറിയില്ല. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ എന്തോ സ്റ്റാമ്പോ സ്റ്റിക്കേഴ്സോ ഹാൻഡ് റൈറ്റിങ്സോ ലെറ്റേഴ്സും അങ്ങനത്തെ എല്ലാം മിക്സായിട്ടുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റൊക്കെ ആയിരുന്നു. എനിക്കിതുപോലെ അൺബോക്സ് ചെയ്യുമ്പോഴുള്ള ഈ കവറിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നതാണ് സ്റ്റിക്കേഴ്സ് പോലത്തെ കുറച്ച് ഫ്ലവേഴ്സ്. ഞാൻ ആക്ച്വലി സ്റ്റിക്കേഴ്സിന് കണ്ടിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അത് സ്റ്റിക്കറാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അതിനെ കൂടുതലായിട്ടൊന്ന്
നിരീക്ഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് പറിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റിക്കർ ആണോ അല്ലേ എന്ന് ഉറപ്പില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ അതേപോലെയൊക്കെ ഉണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ഇത് ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട. പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ പർച്ചേസ് ചെയ്ത് അത് ഉദ്ദേശിച്ച അതേ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. ഈ ഒരു സ്റ്റിക്കേഴ്സിൽ മാത്രം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം അതിൽ 50 ഷീറ്റ്സോ അങ്ങനെ എന്തോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ 50 ഷീറ്റ്സിലും വേറെ വേറെ പേജസ് ആയിരിക്കും, വേറെ വേറെ ചിത്രങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേജസിലും സെയിം ചിത്രങ്ങളായിരുന്നു. ആൻഡ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ജേർണലിൻ്റെ എസ്തെറ്റിക്സിന് മാച്ച് ആവുമെന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഒരു പണ്ടത്തെ ടൈപ്പ്, ഒരു ഡച്ച് കൾച്ചറൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ലേഡീസിൻ്റെ ഡ്രസ്സിങ് എല്ലാം ഉള്ള അതുപോലത്തെയാണ് സെർച്ച് ചെയ്തത്. പക്ഷെ അതുപോലത്തെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ മോഡേൺ ഡ്രസ്സിങ്ങിലുള്ളതും വാങ്ങിച്ചു. പക്ഷെ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പലതും പല ടൈപ്പായിരിക്കും. പക്ഷെ ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയപ്പോൾ എനിക്ക് കുറച്ച് ഇതിപ്പോൾ എല്ലാ പേജസും സെയിം പോലെ ഉണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡ് വന്നു. കുഴപ്പമില്ല. പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ ആവണമെന്നും ഇല്ലല്ലോ. ബാക്കിയുള്ള സാധനങ്ങൾ എന്തായാലും നമ്മൾ വിചാരിച്ച അതേപോലെ തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ആ സന്തോഷത്തിൽ ഇത് വലിയ മൈൻഡൊന്നുമില്ല. എന്നാലും കൂട്ടത്തിൽ ഇതാണ് എവിടെയോ ഒന്ന് പാളിയതെന്ന് തോന്നി. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻസൊക്കെ ടൈറ്റായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാനുള്ളത്. ഒരു സൈഡിൽ ബട്ടണും ഉണ്ട്, ഒരു സൈഡിൽ നമ്മൾ ഓൾറെഡി ഉള്ള നമ്മുടെ പാൻറ്റിൻ്റെ ബട്ടൺസ് ഇടാനുള്ള ഹോളും ഉണ്ട്. അപ്പോൾ നമ്മൾ ലെവലിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് പ്രത്യേകിച്ച് ക്രാഫ്റ്റേഴ്സിനൊക്കെ ഈ ചുമരിൽ ആണി അടിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഓരോന്ന് വാളിൽ ഹാങ് ചെയ്യണം, അങ്ങനെ എസ്തെറ്റിക് ആക്കണം റൂം എന്നൊക്കെ ആവശ്യമുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഹുക്ക് ടൈപ്പ് കുറേ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരു സ്ക്രൂ ടൈപ്പ് കാണുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു നോക്കിയതാണ്. എനിക്ക് കണ്ടപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. ഞാൻ ഇതുവരെ സ്റ്റിക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അഡ്ഹസീവ്നെസ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കാണാൻ ഒക്കെയാണ്, ക്വാളിറ്റിയൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു സ്റ്റേഷനറി സപ്ലൈസിൻ്റെ ബൾക്ക് പർച്ചേസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുറേയേറെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു അങ്ങനെ. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഇനി യൂസ് ചെയ്യണം, ഇതെല്ലാം ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കണം എന്ന് വിചാരിക്കുന്നത്. എൻ്റെ മടി ഇതിനെന്നെ സമ്മതിക്കുമെന്നറിയില്ല. യൂട്യൂബിൽ കൺസിസ്റ്റൻസി വേണം എന്ന് പറഞ്ഞു. എനിക്ക് തീരെ ഇല്ലാത്ത സാധനമാണത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴാണ് വരിക എന്നറിയില്ല. അതുവരേക്കും ബൈ.